السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെയും മാതാപിതാക്കളുടെയും മക്കളുടെയും എല്ലാവിധ പാപങ്ങളും റബ്ബ് തആല പുറത്തു തരട്ടെ. മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ അല്ലാഹു നമ്മളെയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സദസ്സ് സ്ഥാപിച്ച അഭിവന്ദരായ, നമ്മുടെ നാടിന് ഒരുപാട് കാലം ആത്മീയവും വൈജ്ഞാനികവുമായ വെളിച്ചം നൽകിയ ബഹുമാനപ്പെട്ട ശൈഖുന മരക്കാർ ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സ്വർഗത്തിൽ അവരെ കാണാനും സന്തോഷം പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ പരിശുദ്ധമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട മജ്ലിസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പേര് പറയപ്പെട്ട മജ്ലിസ്, ഒരുപാട് നേരം നമ്മൾ ദുആ ചെയ്ത മജ്ലിസ്. ഇങ്ങനെ എന്തുകൊണ്ട് മുബാറക്കായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആളുകളാണ് ബദരീങ്ങൾ. അവരെ പേര് പറയുകയും കൂടെ ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് നൂറ്റാണ്ടുകളായി നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ആചരിച്ചു പോരുന്ന ഒരു ആചാരമാണ്. നമ്മുടെയൊക്കെ തന്നെ ഉപ്പാപ്പമാർ രാത്രി കടക്കുമ്പോ ബദരീങ്ങളുടെ അസ്മാ ചൊല്ലാതെ അവർ കിടക്കാറില്ല. ഇശാ മഗ്രിബിന്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതും. പിന്നീട് ബദരീങ്ങൾ അസ്മാവ് പറയും. കാരണം അത് വല്ലാത്തൊരു ആയുധമാണ്. അസ്മാഉ ബദർ എന്ന് പറയുന്നത്, ബദരീങ്ങളുടെ പേര് അതൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അതൊരു കത്തി കയ്യിൽ വെക്കുന്നത് പോലെ വല്ലാത്തൊരു പരിചയമാണ്, ആയുധമാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ എത്രയോ കാലങ്ങളായി മുസ്ലിം ഉമ്മത്ത് വളരെ ഭക്തിയോടുകൂടെ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ പേര് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. പുതിയ കാലത്തിലേക്ക് വന്നപ്പോ ഇപ്പൊ നമ്മളൊക്കെ തന്നെയും എത്രമാത്രം അസ്മാഉൽ ബദർ ചെല്ലുന്നവരാണ്. നമ്മളത് ഇല്ലാതെയായപ്പോ മാസത്തിലേക്ക് മാറ്റപ്പെട്ടു. മാസത്തിൽ ഒരു തവണ. ആത്മീയമായി മനുഷ്യൻ ബേക്കോട്ട് പോവുകയാണ്. വൈജ്ഞാനികമായി ബേക്കോട്ട് പോവുകയാണ്. ഈമാന്റെ കാര്യത്തിലും ബേക്കോട്ട് പോവുകയാണ്. എല്ലാ കാര്യത്തിലുള്ള ഒരു കുറവാണ് ആത്മീയ മേഖലയിൽ നമുക്കുണ്ടായ കുറവ്. അതാണ് ബദരീങ്ങളുടെ പേര് ഇന്നത്തെ തലമുറ, അത് ചെറുപ്പക്കാരാവട്ടെ പ്രായമുള്ള ആളുകളാവട്ടെ, പതിവായി ചൊല്ലൽ പറ്റ കുറവാണ്. പിന്നീട് പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരികയും ചെയ്തപ്പോൾ ഒന്നുകൂടി ഇല്ലാതാവാൻ എളുപ്പമായി. ഹും റിജാലുൻ നഹ്നു റിജാൽ, അവരും നമ്മളൊക്കെ മനുഷ്യന്മാരെന്നെ, അവർക്ക് അത്ര വലിയ പ്രത്യേകത ഒന്നുമില്ല എന്നൊരു പുതിയ വാദം കുറച്ചു കാലങ്ങളായി നമ്മുടെ ഉമ്മത്തിൽ വന്ന്, അതിനുശേഷം കൂടുതൽ ഇത്തരം ആത്മീയമായ ഒരു അവസ്ഥ മനുഷ്യന്റെ കൽബിന്നില്ലാതെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇഷ്ടം വെക്കുക എന്നുള്ളത് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങളിൽ ഒരാളെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ മക്കളെ ഇഷ്ടമുണ്ടാവും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടമുണ്ടാവും. അതാണ് പരിപൂർണമായ സ്നേഹം. അള്ളാഹുവിനോട് ശരിക്കും ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളോടൊക്കെ ഇഷ്ടമുണ്ടാവും.
എന്നാൽ അവർക്കൊന്നും പ്രത്യേകമായ സ്ഥാനമില്ല. സഹാബത്തിനോ താബിഈങ്ങൾക്കോ ഔലിയാക്കൾക്കോ സൂഫിയാക്കൾക്കോ സ്വാലിഹീങ്ങൾക്കോ പ്രത്യേകമായി ഒരു സ്ഥാനമൊന്നുമില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിന്, അവിടുത്തെ പേരക്കുട്ടികൾക്ക് പ്രത്യേകത ഇല്ല എന്ന് പറയുന്ന പുതിയ വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും ചെറിയ ചെറിയ സ്വാധീനങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആത്മീയ മേഖലയിൽ നമ്മൾ മാറി മാറി പോവാണ്. അത് ഖിയാമത്ത് നാൾ വരാൻ വേണ്ടി ഉള്ള സൗകര്യം കൂടി അതാണ്. അതുകൊണ്ട് ആത്മീയമായ മേഖലകൾ നമ്മൾ മാറി മാറി ബേക്കോട്ട് പോവാണ്. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഇയാണ്. 1000 വർഷം മുമ്പ് ജീവിച്ച മഹാൻ, വലിയ പണ്ഡിതനാണ്. അതിലപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിലായത്തുള്ള ഒരു വലിയാണ്. പക്ഷെ വലിയാണെന്ന കാര്യം പൊതുവെ സമൂഹത്തിന് അറിയില്ല. വളരെ അപൂർവമായ ചില ആളുകൾക്കാണ് അദ്ദേഹം വലിയാണെന്ന് ബോധ്യപ്പെട്ടത്. വിലായത്ത് മറച്ചു വെച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ആ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഇൻദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ, സ്വാലിഹീങ്ങളെ പറയുന്ന സ്ഥലം, അത് നമ്മൾ പറയുന്നത് ഒരാളോ രണ്ടാളോ അല്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ 313 ആളുകളുടെ പേര്. സ്വാലിഹീങ്ങളെ പറയുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുന്നാണ്. അള്ളാന്റെ റഹ്മത്ത് കിട്ടണ്ടെന്ന് ആഗ്രഹമുള്ള ആരാളുള്ളത്? ആരും ഉണ്ടാവില്ല. റഹ്മത്ത് വേണം, അള്ളാന്റെ റഹ്മത്ത് കിട്ടണം. അത് ശിഫയായിട്ടാവാം, മഗ്ഫിറത്തായിട്ടാവാം, ആഫത്ത് മുസീബത്തുകളിൽ നിന്നുള്ള ആഫിയത്താവാം, പലതും ആവാം. അള്ളാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിക്കാത്ത ആരുമില്ല. റഹ്മത്ത് കിട്ടും. ആരാ പറയണത്? സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ അടുത്ത് നിന്ന് ഇൽമു പഠിച്ച ആളാ, സ്വഹാബത്തിന്റെ അടുത്ത് നിന്ന് ദീന് പഠിച്ച ആളാ. സുഫിയാനു സൗരി തങ്ങളാ പറയുന്നത്, ഇൻദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ, സ്വാലിഹീങ്ങളെ പറയുന്ന സദസ്സിൽ റഹ്മത്ത് ഉണ്ടാവും. ഇതൊന്നും നമ്മുടെ പുതിയ വിശ്വാസക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. വളരെ അപകടമാണ് നമ്മുടെ ഉമ്മത്തിന്റെ പോക്ക് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിഹായത്തുൽ മത്ലബ് എന്ന ഗ്രന്ഥത്തിൽ ഹിജ്റ 478 900 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. സുഫിയാനു സൗരി തങ്ങൾ പറഞ്ഞു എന്ന്, എന്ത്? സ്വാലിഹീങ്ങളെ പറയുമ്പോൾ റഹ്മത്ത് അവിടെ ഇറങ്ങും. എന്നാൽ ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ ഉടലെടുത്തിട്ടുള്ള പുതിയ വിശ്വാസങ്ങൾ, അത് മുസ്ലിം ഉമ്മത്തിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളോടുള്ള ഇഷ്ടം പതുക്കെ പതുക്കെ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ നിന്ന് മാറ്റി മാറ്റി ആദ്യമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇല്ലാതാക്കാൻ പലപ്പോഴും മുത്തുനബിയെ മയമാക്ക എന്ന് വരെ വിളിച്ചു. നഊദു ബില്ലാഹ്. അതിനുശേഷമുള്ള സ്വാബിഹീങ്ങളുടെ സ്വഹാബത്തിനോടുള്ള മുസ്ലിങ്ങളുടെ ആദരവും ബഹുമാനവും ഇല്ലാതാക്കാൻ എന്തെല്ലാം പറഞ്ഞു. താബിഈങ്ങളോടുള്ള ബഹുമാനം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുഴുവൻ സമയവും ഇബാദത്ത് എടുക്കുന്ന മനുഷ്യന്മാരോടുള്ള സ്നേഹം ഇല്ലാതാക്കാൻ എന്തെല്ലാം പറഞ്ഞു. നമ്മൾ ഗൗരവതരമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് മുസ്ലിം ഉമ്മത്തിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈമാനില്ലാത്ത, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദത്തിന്റെ ഒരു മേഖലയിലേക്കാണ് ഇത്തരം പേച്ച വിശ്വാസങ്ങളെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഗൗരവതരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ബഹുമാനം ദീനിനോടുള്ള, സഹാബത്തിനോടുള്ള, താബിഈങ്ങളോടുള്ള, മുസ്തഫ നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവും ബഹുമാനവും ഒരു മനുഷ്യന്റെ ഖൽബിന്ന് പോയാൽ പിന്നെ അവൻ ഹദീസുകളിൽ വിശ്വാസമില്ലാത്തവനാവും. അനുഭവമാണ്. ഇവിടെ കുറെ ഹദീസ് നിഷേധികളായ ആളുകളുണ്ട്. അവർ ഇപ്പോൾ നിരീശ്വരവാദികളാണ്, വിശ്വാസമില്ല. തുടക്കം ഇങ്ങനെയായിരുന്നു, അവസാനം ഖുർആനിൽ വിശ്വാസമില്ലാത്തവരായി മാറും. തുടക്കം ഇങ്ങനെയാണ്. ബഹുമാനം ഇല്ലാതാക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളോട്, സച്ചരിതരോട് ഇഷ്ടമില്ലാതാക്കുക, എന്നിട്ട് ഖുർആനും ഹദീസും ഇല്ലാതെയാക്കി അവസാനം ഇങ്ങനൊരു മതമില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ഇതൊക്കെ കേരളത്തിൽ ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ ഇതിനുണ്ട്.
ഈ പിഴച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ച് പ്രചരണം നടത്തി നടന്നിരുന്ന ആളുകളാണ് ഇന്ന് നിരീശ്വരവാദത്തിന്റെ തലവന്മാർ. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കണം. ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ നമ്മൾ പെട്ടുപോകരുത്. പല ന്യായങ്ങളും അവർ പറഞ്ഞു ഒപ്പിക്കും. ആ ന്യായങ്ങളൊന്നും നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തരാത്ത ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ വാപ്പമാരും വല്ലിപ്പമാരും അവരൊക്കെ പിഴച്ചു പോയവരാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുക? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇബാദത്ത് ചെയ്യണ സമയത്രേ ഏറിപ്പോയാൽ അല്ലാഹ് എന്നൊരു ചിന്തയിലായി ഞാനും നിങ്ങളും 1.5 മണിക്കൂർ മാത്രമേ ഒരു ദിവസം ചെലവഴിക്കുന്നുള്ളൂ. എന്നാൽ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ 24 മണിക്കൂറിൽ 1 മണിക്കൂർ പോലും അല്ലാഹ് എന്ന ചിന്തയില്ലാതെ അവർ കടന്നു പോകുന്നില്ല. അവരോടാ നമ്മൾ മത്സരിക്കുന്നത്? 24 മണിക്കൂറിൽ 1 മണിക്കൂർ പോലും അല്ലാഹ് എന്ന ചിന്തയില്ലാതെ അവർ കടന്നു പോകുന്നില്ല. 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹാന്മാർ രാത്രി 700, നേരം വെളുത്തിട്ട് 300. 1.5 ഇടവിട്ട് മുറിയാതെ നോമ്പെടുക്കുന്ന മഹാന്മാർ. വേറെ പണിയില്ല. നമ്മൾ എല്ലാ പണിന്റെ ഇടയിലുമാണ് ഒന്ന് കുമ്പിട്ട് നീച്ചണത്. എന്നിട്ട് നമ്മൾ 24 മണിക്കൂറും സുജൂദിൽ കിടക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെല്ലുന്ന മഹത്തുക്കളോട് മത്സരിക്കുക. ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസം, ഈ ഈമാൻ സലാമത്താണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കണം. കാരണം നമ്മുടെ കേരളത്തിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചടക്കുന്ന ആളുകളൊക്കെ ഒരു കാലത്ത് ഈ പിഴച്ച വിശ്വാസങ്ങളുടെ പ്രഭാഷകന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലതും പറയും. നിങ്ങൾക്ക് മജ്‌ലിസുന്നൂർ ചെല്ലണ നേരത്ത് ഫാത്തിഹ ഓതിക്കൂടെ? മജ്‌ലിസുന്നൂർ ചെല്ലണ സമയത്ത് നിങ്ങൾക്ക് ഫാത്തിഹ ഓതി കുത്തിരുന്നൂടെ മനുഷ്യന്മാരെ? സുബ്ഹാനല്ലാഹ്, ഇവിടെ നമ്മൾ 8 ഫാത്തിഹ ഓതുന്നുണ്ട്. പോരാത്തിന് സൂറത്ത് യാസീൻ ഓതുന്നുണ്ട്. പോരാത്തതിന് അസ്മാഉ ബദറിന്റെ ഇടയിൽ പഠിച്ച റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അസ്മാഉ ബദറിനെ ഒഴിവാക്കുക, ബാക്കി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? 8 ഫാത്തിഹ. ആദ്യം 7 ഫാത്തിഹ, അവസാനം 1 ഫാത്തിഹ. പിന്നെ സൂറത്ത് യാസീൻ നമ്മൾ ഓതുന്നുണ്ട്. പിന്നെ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി വരികൾക്കിടയിൽ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ നമ്മൾ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്. ഇതിനാണോ ഫാത്തിഹ ഓതി കൂടെ നമ്മൾ ചോദിക്കുന്നത്? എന്നാൽ ഈ പറയുന്നവൻ ആ സമയത്ത് ഫാത്തിഹ ഓതുന്നില്ല, യാസീൻ ഓതുന്നില്ല, സ്വലാത്തുല്ല, ദിക്റുല്ല. വെറുതെ ചോദിക്കുക, ജനങ്ങളുടെ ഈമാൻ അളക്കാൻ വേണ്ടി വെറുതെ ചോദിക്കുക, ആ നേരത്ത് ഫാത്തിഹ ഓതി കൂടെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ചെയ്യൽ ആവശ്യമുള്ള, ചെയ്യൽ നല്ലതായ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്തൂടെ എന്ന ചോദ്യം നിരർത്ഥകമാണ്. ഉദാഹരണമായി, ഞാനിവിടെ പ്രസംഗിക്കുകയാണ്. എന്നോട് ചോദിക്കുക, ഈ നേരം വല്ല ഖുർആൻ ഓതിരുന്നൂടെ? അല്ലെങ്കിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ദിക്ർ ചൊല്ലി കുത്തിരിക്കുക, ആ സമയത്ത് ചോദിക്കുക ഫാത്തിഹ ഓതിക്കൂടെ? അല്ലെങ്കിൽ ഒരാൾ കൃഷി ചെയ്യാണ്, ആ സമയത്ത് ചോദിക്കുക വീട്ടിൽ പോയിരുന്ന് ഫാത്തിഹ ഓതിക്കൂടെ? ഇത് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങളാണ്. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങളാണ്. എന്നോടൊരാൾ ഈ അടുത്ത് അങ്ങനെ ഒരാൾ ചോദിച്ച സംശയമായിട്ട് ചോദിച്ചു. അങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മജ്‌ലിസുന്നൂർ ചെല്ലുന്ന സമയത്ത് ഫാത്തിഹ ഓതിക്കൂടെ? നമ്മൾ മജ്‌ലിസുന്നൂർ ചെല്ലുന്ന സമയത്ത് ഫാത്തിഹ അതിലപ്പുറം ഓതുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നമ്മളൊരു കാര്യം പരിശുദ്ധമായ ദീനിൽ ചെയ്യാൻ ആവശ്യമുള്ള, ചെയ്യൽ നല്ലതായ ഒരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ അവിടെ ഖുർആൻ ഓതിക്കൂടെ എന്നുള്ള ചോദ്യം നിരർത്ഥകമാണ്. അങ്ങനെയാണ് പിന്നെ ദിക്ർ ചെല്ലേണ്ട ആവശ്യമില്ല, സ്വലാത്തിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ലല്ലോ, വെറും ഖുർആൻ ഓതിയിരുന്നാ പോരെ. ഞാൻ ചോദിച്ചു അയാളോട്, ഇയാൾക്ക് മക്കളുണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. മക്കളുണ്ടോ? ഇത് ഫാത്തിഹ ഓതിയിട്ടുണ്ടായതാ?
ഫാത്തിഹ ഓതിയിട്ടുണ്ടായതാണോ? ആ നേരം ഫാത്തിഹ ഓതിക്കൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ചെയ്യൽ ആവശ്യമായ ഒരു കാര്യം ചെയ്യുമ്പോൾ, സുന്നത്തായ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പിന്നെ ഖുർആൻ ഓതിക്കൂടെ എന്ന ചോദ്യം നിരർത്ഥകമാണ്. ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും ഇത്തരം പേച്ച വിശ്വാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഇലാ യൗമിൽ ഖിയാമ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പേച്ച വിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞമ്മക്ക് മാത്രമല്ല നഷ്ടം, അവിടെ പള്ളിത്തൊടുവിൽ കിടക്കുന്ന നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നഷ്ടമുണ്ട്. എന്തെന്നറിയോ? പിന്നെ ഒരു ഫാത്തിഹ അങ്ങോട്ട് ചെല്ലൂല, പിന്നെ ഒരു ദുആ അങ്ങോട്ട് ചെല്ലൂല. നമ്മുടെ മക്കൾ പേച്ച വിശ്വാസത്തിലേക്ക് പോയാൽ അവർക്ക് മാത്രമല്ല നഷ്ടം, നമുക്ക് എക്സ്ട്രാ. മരിച്ചു പോയാൽ ഒരു അലുവന്റെ കൂലി പോലും അവിടെ വരൂല, ഒരു ചായന്റെ കൂലി പോലും ഖബറിലേക്ക് വരൂല, ഒരു വഖഫ് ഖബറിലേക്ക് വരൂല, പ്രതീക്ഷിക്കണ്ട. ഒരു സദഖയുടെ കൂലി ഖബറിലേക്ക് വരൂല, പ്രതീക്ഷ വേണ്ട. പരിശുദ്ധമായ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ഏർപ്പാടില്ല, ഒന്നും ഖബറിലേക്ക് വരൂല. അതുകൊണ്ട് അപകടമാണ് ഇത്തരം പേച്ച വിശ്വാസങ്ങൾ. ആരെങ്കിലും അതിനെ നിസാരമായി കാണുന്നുണ്ടെങ്കിൽ ഗൗരവത്തോട് ഞാൻ പറയാൻ, നമ്മുടെ കേരളത്തിന്റെ നാടിന്റെ അനുഭവം വെച്ച് പറയാൻ, എത്രയോ ആളുകളുടെ അനുഭവം എനിക്കറിയാം. ഈ പേച്ച വിശ്വാസങ്ങളിലൂടെ നിരീശ്വരവാദങ്ങളിലേക്ക് എത്തിയ ആളുകൾ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. പിഴച്ച വിശ്വാസക്കാരുടെ ഒരു വർഷം മുമ്പ് ഒരു സമ്മേളനം നടന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഈമാൻ ഇദാ ലഹറത്തിൽ ബിദ്അഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് പൊട്ടിപ്പുറപ്പെട്ട് അറിയുന്ന ആൾക്കാരും ഉണ്ടാതിരുന്നാൽ അള്ളാന്റെ ശാപം അവനക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഞാനിത് ഗൗരവമായി പറയുന്നത്. അള്ളാഹുവിന്റെ ശാപം നമ്മുടെ മേൽ ഉണ്ടാവരുത് എന്ന് പേടിച്ചിട്ട്. ഇദാ ലഹറത്തിൽ ബിദ്അഉ വസകതൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പേച്ച വിശ്വാസങ്ങൾ ഉടലെടുത്തിട്ട് അറിയുന്നവർ ഉണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നത് കാണാം, ഈച്ച ഒരു ഗ്ലാസ് വെള്ളത്തിൽ വീണാൽ കുറച്ചേ വീണുള്ളൂ, ഒരു ചിറക് വെള്ളത്തിൽ തട്ടിയാൽ മറ്റേ ചിറകും കൂടി അതിൽ നമ്മൾ മുക്കിയിട്ട് വേണം അതിനെ എടുത്ത് ഒഴിവാക്കാൻ. കാരണം അതിന്റെ ഒരു ചിറകിൽ രോഗാണുക്കളാണുള്ളത്, മറ്റേ ചിറകിലാണ് ശിഫയുള്ളത്. അതുകൊണ്ട് ഒരു ചിറക് വെള്ളത്തിൽ മുങ്ങിയാൽ മറ്റേതുകൂടി മുക്കിയിട്ട് വേണം ഒഴിവാക്കാൻ. വളരെ സ്വഹീഹായ ഹദീസ്. ആ ഹദീസിനെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരാള് പറയാണ്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റൂല, അത് നമുക്ക് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. നോക്കൂ നിങ്ങൾ എവിടെ എത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസ്ത്രം പറയട്ടെ പറയാതിരിക്കട്ടെ, ഈച്ചന്റെ ചിറകിൽ ഒരു ചിറകിൽ രോഗാണു ഉണ്ട്, മറ്റേതിൽ അതിന് ആന്റി വൈറസുകൾ ഉണ്ട് എന്ന് മുസ്തഫ നബി പറഞ്ഞാൽ അത് സത്യമായിരിക്കും, 100% സത്യം. അതാണ് വിശ്വാസി. കാരണം ഗൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കാറുള്ള പ്രവാചകനാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാസ്ത്രം കണ്ടെത്തട്ടെ കണ്ടെത്താതിരിക്കട്ടെ, കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വേറെ വിഷയം. ശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ടുണ്ട്, അത് വേറെ വിഷയം. കണ്ടെത്തട്ടെ കണ്ടെത്താതിരിക്കട്ടെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സ്വഹീഹായി വന്ന ഹദീസിൽ ഇങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ലാബിൽ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ലാബിൽ ആരുണ്ടാവുക? ആരുണ്ടാവാം, പല മതവിശ്വാസികൾ ഉണ്ടാവാം, നിസ്കരിക്കാത്തവനുണ്ടാവാം. മുത്തനബി പറഞ്ഞൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഇവൻ പറയണം, ഈ ലാബിലുള്ള ആള് പറയണം. ഇത് മുസ്ലിം സമൂഹത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ചിന്തിച്ചോ. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു വിശ്വാസം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഹദീസ് മാത്രമല്ല, ഖുർആനിൽ നിന്നും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് വിശ്വസിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്.
ഖുർആനിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാല് നമ്മുടെ വിശ്വാസത്തിനോട് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കണില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് 2 ആഴ്ച മുമ്പ് പ്രസ്താവന. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന്. മുസ്ലിം ഉമ്മത്തിനെ റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് അപകടമാണ്. നല്ലതുപോലെ നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഈമാൻ സലാമത്തായി മരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നമ്മൾ തന്നെ സംരക്ഷിച്ചു കൊള്ളണം. നമ്മുടെ കൂടെ ആരുമില്ല. നമ്മുടെ ഈമാൻ നമ്മളെ കയ്യിലാണ്. നമ്മൾ വീട്ടിൽ പോകുമ്പോഴോ അങ്ങാടി പോകുമ്പോഴോ നമ്മളെ ഈമാൻ നമ്മളെ കയ്യിലാണ്. അവനാന്റെ ഈമാനെ അവനാൻ സംരക്ഷിച്ചു കൊള്ളുക. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന്, പുതിയ പുതിയ മുൻഗാമികൾക്കില്ലാത്ത വിശ്വാസാചാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതിന്റെ അടുത്ത് പോലും നമ്മൾ പോവാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. ഇൽമിന്റെ മജ്ലിസിന്റെ പ്രാധാന്യം എത്രയാണ്! പഴയ കാലത്തെ ഇൽമിന്റെ മജ്ലിസുകൾ ധാരാളമായി നമ്മുടെ നാടുകളിലൊക്കെ നടന്നിരുന്നു. ഇന്ന് വളരെ കുറവാണ്, വളരെ കുറവാ ഇൽമിന്റെ മജ്ലിസ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട, അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നത് ഇത്തരം സദസ്സുകളിൽ നിന്നാണ്. മൊബൈൽ ഫോണിൽ ഉണ്ട് എന്ന് പറയുക എന്നല്ലാതെ നമ്മൾ അതൊന്നുമല്ല കാണാറുള്ളത്. വേറെന്തെങ്കിലും മൊബൈൽ ഫോണിൽ ഉണ്ട് എന്ന് പറയൽ മാത്രമാണ്, കേക്കല് വേറെന്തെങ്കിലും. അതുകൊണ്ട് ഇത്തരം മജ്ലിസുകളിൽ നിന്നാണ് നമുക്ക് ഇൽമു കിട്ടുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് പടച്ച റബ്ബിനോട് പറയുന്ന ഒരു വർത്താനുണ്ട്. റബ്ബേ, ഞാന് ഇത്രയും കാലം നിന്നെ പേടിച്ചിരുന്നു, ഇന്ന് എനിക്ക് അങ്ങിൽ പ്രതീക്ഷയുണ്ട്. റബ്ബേ, ഞാൻ ഈ ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഒരുപാട് പുഴ ഒഴുക്കാനും ഒരുപാട് കൃഷി ചെയ്യാനും ഒരുപാട് സമ്പത്തുണ്ടാക്കാനും അല്ല. നോമ്പ് നോൽക്കാനാണ്. ദുന്യാവിനോട് മരണസമയം പറയാ, നോമ്പ് നോൽക്കാനാണ് എനിക്ക് ദുന്യാവിനോടുള്ള സ്നേഹം. വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി മുട്ടുകുത്തി അവരുടെ അടുത്തേക്ക് മുട്ട് ചേർത്ത് വെച്ച് അവരുടെ അടുത്ത് പോയി തിരക്കി കാര്യങ്ങൾ തിരക്കി അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ദുന്യാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടത്. മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ചെയ്ത ഒരു നന്മ നോമ്പിന്റെ കൂടെ കൂട്ടി പറഞ്ഞത് ആലിമീങ്ങളടുത്ത് പോയി ചോദിച്ചു പഠിക്കുക എന്നതാണ്. അപ്പൊ ഇൽമിന്റെ മജ്ലിസിന്റെ ഇൽമിന്റെ പ്രാധാന്യം എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉഖ്റവിയായ വിജയമാണ്. ഏതൊരു മുസ്ലിമിന്റെയും ആത്യന്തികമായ ലക്ഷ്യം, ഇവിടെ അവൻ എന്തെങ്കിലും നേടട്ടെ നേടാതിരിക്കട്ടെ, അവന്റെ ആത്യന്തികമായ ലക്ഷ്യം ഉഖ്റവിയായ വിജയമാണ്. അതിലേക്കുള്ള മാർഗം എന്താണ്? ആ മാർഗം ഇൽമും അമലുമാണ്. അമലില്ലാത്ത ഇൽമു കൊണ്ട് കാര്യമില്ല, ഇൽമില്ലാത്ത അമൽ കൊണ്ടും കാര്യമില്ല. രണ്ടും വേണം. ഇൽമും വേണം, അമലും വേണം. അറിയുക, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് രണ്ടുമാണ് ഇതിലേക്കുള്ള വഴി, ഉഖ്റവിയായ വിജയത്തിന്റെ വഴി. ഈ ദുന്യാവ് വെള്ളിയാഴ്ചകളിൽ പല ഖുതുബകളിലും ആവർത്തിച്ച് വരാറുണ്ട്. നിങ്ങൾ എത്ര വാരി വലിച്ചു കൂട്ടിയാലും, നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി വിദേശങ്ങളിൽ പോയി എത്ര വലിച്ചു കൂട്ടിയാലും പലപ്പോഴും നിങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കുള്ള സുഖങ്ങൾ നിലനിൽക്കാൻ, സൗകര്യങ്ങൾ നിലനിൽക്കാൻ. പക്ഷേ ഈ ദുന്യാവിൽ നിന്ന് നിങ്ങൾ വിട പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഏതാനും തുണിക്കെട്ടുകളും കുറച്ച് പഞ്ഞികളുമാണ്. വേറെ നിങ്ങൾ വാരിക്കൂട്ടിയതൊന്നും നിങ്ങളുടെ കൂടെ ഖബറിലേക്ക് വരുന്നില്ല എന്ന് പലപ്പോഴും ഖുതുബയിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. ഈ ദുനിയാവ് നമുക്ക് ഒരു വസീല മാത്രമാണ്. ഇത് ഔദ്യോഗികമായ ലക്ഷ്യമല്ല, ഇതൊരു വഴി മാത്രമാണ്. ആഖിറത്തിൽ വിജയിക്കാനുള്ള വഴി. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിൽ വിജയിക്കാനുള്ള വഴിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുന്യാവിന്റെ സുഖങ്ങളൊന്നും അനുഭവിക്കാതെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും, മക്കളെ, എന്റെ ഉമ്മത്തെ, ദുന്യാവ് വലുതല്ല, ദുനിയാവിന്റെ സുഖങ്ങളല്ല, ആഖിറത്തിന്റെ സുഖമാണ് വലുത്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഖൈറ്, ആഖിറമാണ് ഖൈറ്, അതാണ് എന്നും ഉണ്ടാവുക എന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ അറിയിച്ചാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം എല്ലാവിധ സൗകര്യങ്ങളും സുഖങ്ങളും കിട്ടിയപ്പോഴും ഉഹദ് മല, പർവ്വതങ്ങൾ സ്വർണമാക്കി തരാമെന്ന് വാഗ്ദാനം ലഭിച്ചപ്പോഴും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് മാറി ജീവിച്ചത്
നമ്മളെ പഠിപ്പിച്ചു തരാനാണ്. മുസ്ലിം ഉമ്മത്തെ, നീ എത്ര സുഖത്തിലായാലും എത്ര സൗകര്യത്തിലായാലും എത്ര ആർഭാടത്തോടുകൂടി നീ ജീവിച്ചാലും അള്ളാഹു നിനക്ക് തന്ന നിഅമത്താണ്. അതൊക്കെ എടുത്തു വലിച്ചെറിയാൻ റബ്ബിന് കഴിയും. പക്ഷേ ഇതൊന്നും സുഖമല്ല, സൗകര്യമല്ല. വേണ്ടത് ആഖിറത്തിലെ സുഖമാണ്. ഇത് 60 കൊല്ലം മാത്രമാണ്. അത് 60 അല്ല, 600 അല്ല, 6000 അല്ല, കണക്കില്ലാത്ത കാലത്തോളം സുഖമോ ദുഃഖമോ സഹിക്കേണ്ട ലോകമാണ് ആഖിറം. അതുകൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങൾ സുഖങ്ങളല്ല ഉമ്മത്തെ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ മുസ്തഫ നബിയെ കാണാൻ വേണ്ടി പോകുമ്പോ വഹുവ മുൽതജിഉൻ അലാ ഹസീർ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓലപ്പായയിൽ കിടക്കുകയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, ഓലപ്പായയിൽ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, ഞാൻ മുസ്തഫ നബിയുടെ ഖിസാന ഒന്ന് നോക്കി, എന്തൊക്കെ സാധനങ്ങളാണ് മുത്തുനബിയുടെ വീട്ടിലുള്ളത് എന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ കാണുന്നത് ഏകദേശം 2 കിലോ വരുന്ന ബാർലി, തൊലിക്കോതമ്പമാണ്. അതുപോലെ പിന്നെ ഞാൻ കാണുന്നത് ഊറക്കിട്ട ഒരു തോല് റൂമിന്റെ ഒരു ഭാഗത്ത് കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയില കുറച്ച് കൂട്ടിവെച്ചിരിക്കുന്നു. ഇതല്ലാതെ ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജകുമാരൻ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിസാനയിൽ ഇല്ല. ആ വീട്ടിലൊരു സമ്പത്തും കാണുന്നില്ല. ബഹുമാനപ്പെട്ടവര് പറയാണ്, ഫബ്തദറത ഐനായ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചു, മാ യുബ്കീക യാ ഉമർ, എന്തിനാണ് ഉമറെ കരയുന്നത്? യാ നബിയല്ലാഹ് മാലി ലാ അബ്കി, എങ്ങനെ നബിയെ ഞാൻ കരയാതിരിക്കും? ഇതാണല്ലോ കാണുന്നത്. അൽ ഹസീറു ഖദ് അസ്തറ ഫീ ജംബിക യാ റസൂലല്ലാഹ്, ഈ പായ അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ അടയാളം വരുത്തിയല്ലോ നബിയെ. വഹാദിഹി ഖിസാനതുക്, നിങ്ങളുടെ ഖജനാവ് ഞാൻ കാണുന്നു. സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഇടത്ത് എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ നബിയെ. വദാക ഖൈസർ വ കിസ്റ, റോമിന്റെയും പേർഷ്യയുടെയും രാജാക്കന്മാർ സുഖലോലുപരായി അവർ പുഴകളിലും പഴങ്ങളിലും ആർമാദിച്ച് ജീവിക്കുകയാണ്. ആ നേരത്ത് മദീനയുടെ രാജാവിന്റെ വീട്ടിൽ ഒന്നുമില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ കരഞ്ഞു പോയതാണ്. ആരാ കരയുന്നത്? ഒരിക്കലും പൊട്ടാത്ത ഖൽബുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പൊട്ടി പൊട്ടി കരയാണ്. മുസ്തഫ നബിന്റെ വീട്ടിൽ ഈ ഒരവസ്ഥ. ആ സമയത്ത് അൻത റസൂലുള്ളാഹി വസഫ്വതു, അല്ലാഹുവിന്റെ ദൂതരല്ലേ അങ്ങ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അല്ലാഹു തെരഞ്ഞെടുത്ത ആളല്ലേ, എന്താണ് നബിയെ ഇങ്ങനെയൊക്കെ? ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, അലാ തർദ അൻ തകൂന ലനൽ ആഖിറ വലഹുമുദ് ദുനിയ, നമുക്ക് റബ്ബ് ആഖിറം തന്നോളും, അവർക്ക് ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ, പോരെ ഉമറേ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതെ നബിയെ, അങ്ങനെ മതി. ദുനിയാവ് അവർക്കുള്ളതാ, അവർക്ക് ദുനിയാവേ ഉള്ളൂ. അപ്പറഞ്ഞൊരു സന്തോഷമല്ല, അപ്പറഞ്ഞൊരു സമാധാനമല്ല, ഒരു സുഖവും ഇനി അവർക്കില്ല. ഞമ്മക്ക് ആഖിറാണ് അല്ലാഹു തരിക എന്ന് പറഞ്ഞാൽ ദുനിയാവ് പരിത്യജിക്കണം എന്നല്ല. മുസ്തഫ നബി നമുക്ക് കാണിച്ചു തന്നത് ദുനിയാവ് വലുതല്ല എന്നാണ്. ദുനിയാവ് വലുതല്ല, ആഖിറമാണ് വലുത്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇത് മുസ്തഫ നബി നമ്മളെ ജീവിതത്തിലൂടെ പഠിച്ച. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അതിസമ്പന്നന്മാരുണ്ടായിരുന്നു, ഒന്നിലധികം വീടുകളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പടച്ചോനെ മറന്നിട്ടില്ല. അതാണ് പോയിന്റ്, അത് നമ്മൾ മനസ്സിലാക്കണം. പടച്ചോനെ മറന്നിട്ടില്ല. ദിക്റിനോ ഫിക്റിനോ ഇബാദത്തിനോ ഖുർആൻ പാരായണത്തിനോ ഇഅ്തികാഫിനോ ഒരു കുറവുമില്ല. അതാണ് നമ്മളും അവരുള്ള വ്യത്യാസം. നമ്മുടെ മുൻഗാമികളൊക്കെ എത്ര പ്രയാസപ്പെട്ടാ ജീവിച്ചത്? ചക്കയും പൂളയും ഒക്കെ വെച്ചിട്ടല്ലേ നമ്മളെ വല്യപ്പന്മാരൊക്കെ ജീവിച്ചത്? അറിയില്ലല്ലോ. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പല ആളുകളും അനുഭവങ്ങൾ പറയാറുണ്ട്. അങ്ങനെയല്ലേ നമ്മളൊക്കെ ജീവിച്ചത്? നമ്മളെ വല്യപ്പന്മാർ ജീവിച്ച് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ നിഅമത്ത്, ഗൾഫ് ഓപ്പൺ ആക്കി വലിയ നിഅമത്തുകൾ അല്ലാഹു നമുക്ക് തന്നു. അല്ലാഹു നമ്മുടെ
തന്നതിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് തന്നില്ലേ. പക്ഷേ റബ്ബിനെ നമ്മൾ മറക്കരുത് മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ മറക്കരുത്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളെ നാട്ടിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല സുഖത്തിലാ. ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇത്തികാഫിന്റെ സമയം കൂടും. ഞാൻ മനസ്സിലാക്കണം അങ്ങനെ. ഇതൊന്നും ഇല്ലെങ്കിൽ കാരണം നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. ശരിയാവാം തെറ്റാവാം. ഇത്ര സുഖങ്ങളൊന്നും റബ്ബ് നമുക്ക് തന്നില്ല എങ്കിൽ, നമ്മളിങ്ങനെ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൃഷി ചെയ്യുന്നു, അതിന് എന്തെങ്കിലും കിട്ടുന്നു, അതിങ്ങനെ വെച്ചുണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കഞ്ഞിയിലൊക്കെ വെള്ളം നീട്ടി, അല്ലെ, നമ്മുടെ മുൻഗാമികൾ ഭക്ഷണം കഴിച്ച പോലെ അങ്ങനൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഇത്തികാഫിന്റെ ഒക്കെ സമയം നീളം കൂടും, ഖുർആനോത്ത് കുറച്ചുകൂടി നീളും, നോമ്പ് പലപ്പോഴും നോമ്പായിരിക്കും നല്ലത്. കാരണം ഇത് വല്ലാതല്ല. അപ്പൊ പിന്നെ നോമ്പ് പറ്റാ അതിന്റെ കൂലി കിട്ടും. നോമ്പ് കൂടും, നിസ്കാരം കൂടും, രാത്രി ഇബാദത്ത് കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് തന്നു. അതുകൊണ്ട് നമ്മുടെ ആത്മീയത കുറയാൻ പാടില്ല, ഇബാദത്തുകൾ കുറയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ദുന്യാവ് കൊണ്ട് വഞ്ചിക്കപ്പെട്ടവരല്ലേ? നമ്മുടെ മുൻഗാമികൾ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ചെയ്തെങ്കിൽ, നമുക്കിതൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ കുറവ് വരുത്തിയെങ്കിൽ, ദുന്യാവ് കൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടവരല്ലേ മനുഷ്യന്മാരെ? ദുന്യാവ് കൊണ്ട് നമ്മൾ ചതിക്കപ്പെട്ടവരായില്ലേ? ദുന്യാവ് നാളെ നമുക്കെതിരെ സാക്ഷി നിൽക്കില്ലേ? അതുകൊണ്ട് നമ്മളെ ആത്മീയത കുറയരുത്, ധാർമ്മികത കുറയരുത്, മതചിട്ടകൾ കുറയരുത്, വിശ്വാസം കുറയരുത്, ആദർശം കുറയരുത്. സമ്പത്ത് കൂടിക്കോട്ടെ, അതിനനുസരിച്ച് ഇതൊന്നും കുറയരുത്. പൈസ കൂടുമ്പോ, സൗകര്യം കൂടുമ്പോ, നല്ല ജോലി നമുക്ക് വരുമ്പോ, നല്ല സമ്പാദ്യം വരുമ്പോ പലപ്പോഴും നമുക്ക് അഹങ്കാരം വരും. ഞാൻ വലുതാന്ന് തോന്നും, മറ്റുള്ളവർ ചെറുതാന്ന് തോന്നും. ഈ ചെറുതാന്ന് തോന്നുന്നതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞു പോയ ഔലിയാക്കളൊക്കെ ഉണ്ടാവും. അതാ വലിയ അപകടം. ഞാൻ വലുതാന്ന് തോന്നും, എന്റെ അപ്പുറത്തിരിക്കണോനൊക്കെ ചെറുതാന്ന് തോന്നും. അത് വലിയ തിരക്കടില്ല, അതും പാടില്ല. പക്ഷെ ആ ചെറുതാന്ന് തോന്നുന്നതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞു പോയ ഔലിയാക്കളും സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എല്ലാവരും ചെറുതാന്ന് തോന്നും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതും അപകട. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസങ്ങളോട് അനാദരവ് തോന്നരുത്. അവരുടെ ചര്യകളോട്, അവരുടെ രീതികളോട്, അവരുടെ അധ്യാപനങ്ങളോട്, അവരുടെ നടപ്പുകളോട് നമുക്ക് സുഖം കൂടി വിചാരിച്ചിട്ട് നമുക്ക് വിശ്വാസം കുറയരുത്, ബഹുമാനം കുറഞ്ഞു പോകരുത്. റബ്ബ് തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് നല്ല ജോലി വരുമ്പോ, സമ്പാദ്യം വരുമ്പോ നമ്മള് ഉള്ള പഴയ വീട് ഒന്ന് പുതുക്കി പണിയും. സ്വാഭാവിക. മുറ്റം ചെറുതായിരുന്നു, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോ മുറ്റൊക്കെ ഒന്ന് വിശാലാക്കി. കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ പന്തലിടണം, സൗകര്യം വേണം, ഒന്ന് വലുതാക്കും. സ്വാഭാവികമാണ്, തിരക്കടില്ല. നമ്മള് പഴയ ജോലിയൊക്കെ ശരിയാണ്ട് മുമ്പ് വേഷമൊന്നും വലിയ സുഖമില്ലാത്ത വേഷമായിരുന്നു. ജോലിയൊക്കെ ആയപ്പോ നല്ല ഉഷാറ് സെറ്റപ്പായിട്ടാ നടക്കുന്നത്, തിരക്കടില്ല. പക്ഷെ നമ്മുടെ ദീന് പുതുക്കാൻ നമ്മളാരും ശ്രമിക്കരുത്. നമ്മുടെ വിശ്വാസം ഒന്ന് പുതുക്കണം എന്ന് നമ്മൾ ആരും തോന്നരുത്. അവിടെയാണ് അപകടം. പല ആളുകൾക്കും അങ്ങനെ പറ്റി. അങ്ങനെയാണ് പേച്ച വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. ജോലിയും സമ്പാദ്യവും സമ്പത്തും ഒക്കെ കൂടുമ്പോ വീടും മുറ്റവും സൗകര്യങ്ങളും കാറും വണ്ടിയൊക്കെ ഒന്ന് പുതുക്കും എന്ന പോലെ വിശ്വാസമോ മതമോ നമ്മൾ പുതുക്കാൻ നിൽക്കരുത്. അവിടെ ഓൾഡ് ഈസ് ഗോൾഡ്. പഴയതിനാ പ്രാധാന്യവും വിലയുള്ളത്. നവീകരണമോ പരിഷ്കരണമോ മതത്തിൽ പാടില്ല, വിശ്വാസത്തിൽ പാടില്ല. അവിടെ പഴയ വിശ്വാസം. അവിടെ ഉപ്പാപ്പമാര്, അവർക്ക് അവരുടെ ഉപ്പാപ്പമാരിൽ നിന്ന്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഉഹ്റവിയായ ആലിമീങ്ങളിൽ നിന്ന്, അവർക്ക് അവരുടെ അസാധ്യതത്തിൽ നിന്ന്, അവർക്ക് അവരുടെ മശായിഖിൽ നിന്ന്, അവർക്ക് താബിഈങ്ങളിൽ നിന്ന്, അവർക്ക് സ്വഹാബത്തിൽ നിന്ന്, അവർക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരമ്പരയായി വരുന്ന വിശ്വാസത്തെ, ആദർശത്തെ ഒരിക്കലും നമ്മൾ അനാദരമായി കാണാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽ അംറു ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ തെറ്റുകൾ വ്യാപിക്കാൻ ഉണ്ടായ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അൽ അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് ചെയ്യരുത് മോനെ എന്ന് പറയാം. ഇത് നമ്മുടെ ഉപ്പാപ്പമാര് ചെയ്തിരുന്നു. ഏത് വലിയ കൊമ്പനോടും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല. അത് എത്ര വലിയവനാണെങ്കിലും നമ്മുടെ പഴയ തലമുറ, പഴമക്കാര് അത് ചെയ്യാൻ പാടില്ല എന്ന് തുറന്നു പറയാൻ അള്ളാന്റെ മുമ്പിൽ അവർക്കൊരു സെട്ടിനെയും പേടിണ്ടായിരുന്നില്ല. നല്ല കരുത്തുണ്ടായിരുന്നു.
ഈ അംറും ബിൽ മഅറൂഫ്, നല്ലത് ഉപദേശിക്കുക, തിന്മ കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറയാ എന്നുള്ള ഒരു സ്വഭാവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യുന്നു. പണ്ട് ഒരാൾ സിസർ വലിക്കുമ്പോൾ വലിയ ആളുകളെ കണ്ടാൽ അത് താത്തിപ്പിടിക്കും. ഇപ്പോ സിസർ വലിച്ച് ഈ വലിയ ആളുടെ മൂക്കിലേക്ക് പുക വിടുക. ഒരു മടിയുമില്ല ആളുകൾക്ക്. നമ്മൾ കുട്ടികൾ എന്തുകൊണ്ട് ഇത് വലിയ ആളുകൾ അംറും ബിൽ മഅറൂഫ് ചെയ്യാത്തത് കൊണ്ടാണ്. പല പേടികളാണ് അതിന്റെ ബാക്കിലുള്ളത്. നഹിയുൻ അനിൽ മുൻകർ ചെയ്യാത്തത് കൊണ്ട്. നമ്മുടെ മുൻഗാമികൾ അത് ചെയ്തത് കൊണ്ട് ആ ഉമ്മത്ത് ഇങ്ങനെ മസ്ലഹത്ത് സലാഹിയത്തിൽ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറ വളർന്നു വന്നത്. വലിയൊരു പേടി എന്ന് പറഞ്ഞൊരു പടച്ചോനെ പേടിയില്ലെങ്കിലും വലിയ ആൾക്കാരെങ്കിലും ഒരു പേടി നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് പടച്ചോനെ പേടിയായി മാറും. ഇന്ന് അത് ഇല്ലാത്തത് കൊണ്ട് ഉമ്മാനെ പേടില്ല, വാപ്പാനെ പേടില്ല, നാട്ടുകാരെ പേടില്ല. അങ്ങനെ ആകുമ്പോ പിന്നെ പടച്ചോനെയും പേടി ഉണ്ടാവില്ല. ഈ അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ നമ്മൾ നിർത്തി വെച്ചാണ് എല്ലാത്തിനും കാരണം. നിർത്തി സ്വന്തം മക്കളോട് നമ്മൾ നിർത്തി. മക്കളെ ഉപദേശിക്കാനും 15 വയസ്സ് കഴിഞ്ഞാല് പിന്നെ മക്കളോട് പറയാൻ നമുക്കൊക്കെ ഒരു പേടിയാ. മക്കളോട് പ്രായം തെറ്റിക്കഴിഞ്ഞാൽ അവരോട് പറയാനും പേടിയാ. ഉമ്മാക്കും പേടി, ഉപ്പാക്കും പേടി. മോന് തോന്നിയതുപോലെ നടക്കും, മോള് തോന്നിയതുപോലെ നടക്കും. അംറും ബിൽ മഅറൂഫ് നിർത്തി വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടായത്. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരു സൃഷ്ടി ചെയ്യുന്നത് കണ്ടാൽ ആ സൃഷ്ടിയുടെ ഇഷ്ടമല്ല നമ്മൾ നോക്കേണ്ടത്, റബ്ബിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഒരു സൃഷ്ടി ചെയ്യുമ്പോ ഓനോട് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടൂല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്നാൽ അള്ളാഹു നമ്മളോട് ദേഷ്യം വെക്കുമെന്നാണ്. എന്ന മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാനാണ് പറയാ, റബ്ബിന് വേണ്ടി പറയാ എന്ന് വിചാരിച്ചാൽ അള്ളാഹു അത് ഇഷ്ടപ്പെടുമെന്നാണ്. പിന്നീട് ആ ഇഷ്ടം മറ്റുള്ള ജനങ്ങളിലേക്കൊക്കെ അള്ളാഹു വ്യാപിപ്പിക്കുമെന്നാണ്. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ നിർത്തിവെച്ചതിന്റെ ഒരു തിക്ത ഫലമാണെന്ന് നമ്മുടെ കുട്ടികള് നന്മകളിൽ നിന്ന് വ്യതിചലിച്ച് മാറിക്കൊണ്ട് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. തെറ്റാര് ചെയ്താലും തെറ്റാണ്. നമ്മുടെ മക്കൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അപകടം, നമ്മുടെ മക്കളിൽ നിന്നൊരു തെറ്റ് കാണുമ്പോൾ ആരെങ്കിലും സൂചിപ്പിക്കുമ്പോ എന്റെ മകൻ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ആകെ റൈസാവും. ഇനി മേലിൽ നിന്റെ മകൻ ഒരു തെറ്റ് ചെയ്യണണ്ടാൽ ആരും നിന്നോട് പറഞ്ഞു തരാത്ത അവസ്ഥയിലേക്കാക്കി മാറ്റും. എന്റെ മകൻ ഒന്നും ചെയ്യൂല എന്ന ഒരു ചിന്ത രക്ഷിതാക്കൾക്കൊക്കെ വളർന്നു വന്നതുകൊണ്ട് ആരോടും പറയില്ല, കുട്ടിനോടും പറയില്ല, വാപ്പാനോടും പറയില്ല. കാരണം വാപ്പയും കുട്ടിയൊക്കെ ഒന്നാ. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വാപ്പാനോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്റെ മകൻ അത് ചെയ്യൂല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഫാത്തിമ കെട്ടാലും എന്റെ മകൾ ഫാത്തിമ കെട്ടാലും കൈമുറിക്കൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിധി ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മളെ മക്കൾ ചെയ്യൂല എന്ന പ്രസ്താവന. ആര് തെറ്റ് ചെയ്താലും നമ്മൾ ആ തെറ്റ് ചെയ്തോന്റെ കൂടെ അല്ല നിൽക്കേണ്ടത്, അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറയട്ടെ, ഇസ്ലാമിക ലോകത്ത് നിന്ന് നമ്മുടെ കേരളത്തില് ഉള്ള എല്ലാ പിഴച്ച വിശ്വാസങ്ങളും അതിന്റെ ഒക്കെ നേതാവാണ് നജ്ദിൽ വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് അൽ ജമാഅത്തുൽ വഹാബിയ്യ എന്ന് പറയുന്നത്. ഇന്നുള്ള എല്ലാ പിഴച്ച വിശ്വാസങ്ങളുടെയും നമ്മുടെ നാട്ടിലുള്ള നേതാവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹം ഈ പിഴച്ച വിശ്വാസങ്ങളായിട്ട് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ 4 ആളോടോ 10 ആളോടോ എന്റെ കാക്ക ചെയ്യണത് ശരിയല്ല, മൂപ്പര അഭിപ്രായങ്ങൾ ശരിയല്ല, അത് പിഴച്ച വിശ്വാസമാണെന്ന് 4 ആളോടോ 10 ആളോടോ പറയല്ല. അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരിയോട് പോയിട്ട് കത്ത് കൊടുക്കല്ല, അയൽവാസികളോട് പറയല്ല, കിതാബ് എഴുതുക. എന്റെ കാക്കാന്റെ റൂട്ട് ശരിയല്ല, അസ്സവാഇഖുൽ ഇലാഹിയ്യ ഫിർ റദ്ദ് അലൽ വഹാബിയ്യ എന്ന് പറഞ്ഞ് ഗ്രന്ഥം എഴുതാണ്. എന്റെ കാക്ക പറയുന്നത് ശരിയല്ല, സ്വന്തം വീട്ടിൽ നിന്നാ മറുപടി. അത് നമ്മളെ സഹോദരനാണ്, അവൻ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന നിലക്കാൻ നമ്മൾ കാണുക. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പയച്ചു പോയാലും നമ്മളൊന്നും ഉണ്ടൂല. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പയച്ചു പോയാൽ പുതിയ വിശ്വാസത്തിലേക്ക് ചേർന്ന് നമ്മളൊന്നും ഉണ്ടൂല, അവനാണ് പോയിക്കോട്ടെ വിചാരിക്കും. എന്നാൽ ഈ നേതാവിന്റെ സഹോദരൻ കിതാബ് എഴുതി ലോകത്തിന് മാതൃക കാണിച്ചു. അസ്സവാഇഖുൽ ഇലാഹിയ്യ ഫിർ റദ്ദ് അലൽ വഹാബിയ്യ മറുപടി എഴുതി. എന്റെ കാക്കാന്റെ റൂട്ട് ശരിയല്ല, മൂമിനീങ്ങളെ വിശ്വസിക്കരുത്, മാറി നിൽക്കണം. ഇത് പറയാൻ പടച്ചോനെ പേടി വേണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താലും സഹോദരന്മാര് പയച്ചു പോയാലും ആരടുത്ത് തെറ്റ് വന്നാലും അത് തെറ്റാണെന്ന് അവരോട് ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരിൽ നിന്ന് അതിന് പിന്തിരിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനാണ് വരുന്നത്. റമളാനെ കുറിച്ച് കുറച്ച് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിക്ക് ഒരുപാട് തണലായി നിന്ന ആളാണ്, എല്ലാവർക്കും അറിയാം.
ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാൾ ഊരിപ്പിടിച്ച് മുഹമ്മദിന്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് മുസ്തഫ നബിയും സ്വഹാബത്തും ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരാ വരുന്നതെന്ന് വാതിലിന്റെ ഹോളിലൂടെ നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി വരികയാണ്. ആ സമയത്ത് ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്നു. നല്ല പാറ പോലത്തെ ശരീരമുള്ള മനുഷ്യൻ, അതായിരുന്നു ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഉമറെങ്ങാനും മാതരവായ റസൂലിന്റെ ശരീരത്തിൽ വല്ലതും ശ്രമിച്ചാൽ ഉമറിന്റെ കഴുത്ത് ഞാൻ അറുക്കുമെന്ന് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിക്ക് താങ്ങും തണലുമായിരുന്നു. അവര് യുദ്ധത്തിൽ വഫാത്തായി. കൊന്നയാള് വഹ്ഷിയായിരുന്നു. വഹ്ഷി പിന്നീട് മനംമാറ്റമുണ്ടായി, മുസ്ലിം ആവാൻ ആഗ്രഹം വന്നു. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് എത്ര വലിയ തെറ്റാണ്. മുസ്തഫ നബിന്റെ വടവൃക്ഷമായിരുന്ന ഹംസയെ ഞാൻ വധിച്ചു കളഞ്ഞല്ലോ. എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരുമോ? മുസ്ലിം ആകാൻ പൂതിയുണ്ട്, പക്ഷെ പുറത്ത് തരുമെങ്കിലല്ലേ പോയിട്ട് കാര്യമുള്ളൂ. മുസ്തഫ നബിക്ക് ഒരു കത്തെഴുതി, ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തു തരുമോ നബിയെ? എനിക്ക് റബ്ബ് പൊറുക്കുമോ നബിയെ? വലിയ പാപിയാണ്, എനിക്ക് മാപ്പ് തരുമോ? ദീന് സ്വീകരിക്കണമെന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. റബ്ബ് തആല പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളുടെ മേൽ അക്രമം കാണിച്ച മനുഷ്യന്മാരെ, അവരോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ വേണ്ട, റബ്ബിന്റെ റഹ്മത്ത് വരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ശിർക്കല്ലാത്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തുതരും. ഇന്നഹു വൽ ഗഫൂറുർ റഹീം, അവൻ കരുണയുള്ളവനാണ്, വല്ലാതെ മഗ്ഫിറത്ത് ചെയ്യുന്നവനാണ്. വഹ്ശി റളിയല്ലാഹു അൻഹു ആയി മാറി, സ്വഹാബിയായി മാറി. വഹ്ശിക്ക് പുറത്തു കൊടുത്ത റബ്ബ് നമുക്കൊക്കെ പുറത്തു തരൂലേ മുഅ്മിനീങ്ങളെ? അതപേക്ഷിച്ച് നമ്മളൊക്കെ ചെറിയ ചെറിയ തെറ്റുകളല്ലേ ചെയ്തത്. റബ്ബ് തആല നമുക്കും പുറത്തു തരും. അവസരമാണ് റമദാൻ. ആ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ എത്തിച്ചതാണ്. റമദാൻ വരെ ആയുസ് തരണേ എന്ന് റബ്ബിനോട് 5 നേരവും പറഞ്ഞ് റമദാൻ എത്തിയപ്പോ പഴയമായി തന്നെ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് വലിയ ശാപമല്ലേ? റമദാൻ നാളെ നമുക്കെതിരെ സാക്ഷി നിൽക്കില്ലേ? അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ റമദാനിന്റെ വിശിഷ്ടമായ സമയങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. രാത്രി തറാവീഹിന് ഒരു 5-6 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ കൂടുതൽ പണി സർബത്ത് സോഡ പരിപാടികളാണ്. അതൊരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ പടക്കവും വെടിയൊക്കെയാണ്. പരിശുദ്ധമായ റമദാന്റെ രാത്രികളാണ്. ശ്രദ്ധിക്കാൻ കഴിയുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണം. രാത്രിയിലുള്ള ഇത്തരം കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, ബിസിനസ് പ്രോത്സാഹിപ്പിക്കപ്പെടണം. പക്ഷേ റമദാനിന്റെ ഫളീലത്തുള്ള രാത്രികളിൽ തറാവീഹ് മുടക്കി നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ പലപ്പോഴും അവിടെ കൂടി നിൽക്കുന്നു. ഇത് നമ്മൾ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നാളെ നമ്മൾ കരയേണ്ടി വരും. അതുപോലെ റമദാനായി കഴിഞ്ഞാൽ അത് ഷോപ്പിങ്ങിന്റെ സമയമല്ല മുഅ്മിനീങ്ങളെ, ദുനിയാവിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങിന്റെ സമയമല്ല. ഒരുപക്ഷെ നമ്മൾ പുതിയതായി എടുത്തുകൊണ്ടുവന്ന ഡ്രസ്സ് ഇടാൻ, റമദാനിൽ ഡ്രസ്സ് ഇടാൻ പോലും നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ പെരുന്നാളിൽ ചിലപ്പോൾ നമ്മൾ പങ്കെടുത്തോളണമെന്നില്ല. ഷോപ്പിംഗ് റമദാൻ ദുനിയാവിന്റെ ഷോപ്പിംഗ് ആക്കി മാറ്റിയത് ആരാണ്? റമദാൻ ദുനിയാവിന്റെ ഷോപ്പിംഗ് അല്ല, ആഖിറത്തിന്റെ ഷോപ്പിംഗ് ആണ്. ആഖിറത്തിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അവിടെ വിജയിക്കാൻ, അവിടെ മുഖം കറുക്കാതിരിക്കാൻ, അവിടെ നിങ്ങൾ സുന്ദരന്മാരാവാൻ, അവിടെ നിങ്ങൾക്ക് ആഭരണങ്ങൾ ധരിക്കാൻ, അവിടെ നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാൻ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഷോപ്പിംഗ് ചെയ്യാനുള്ള സമയമാണ് പരിശുദ്ധമായ റമദാൻ. റമദാന്റെ വിശിഷ്ടമായ സമയങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് അവസാനത്തെ 10 കച്ചവടങ്ങൾ പൊടിപൊടിക്കുക. സത്യത്തിൽ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, ഷോപ്പിങ്ങിന് വേണ്ടി ഒരിക്കലും തെരഞ്ഞെടുക്കരുത്. ഞാൻ പല കുടുംബങ്ങളെയും എനിക്കറിയാം. ആ കുടുംബങ്ങൾ റമദാനിന് മുമ്പേ വസ്ത്രം വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന സത്യമാണ്. റമദാൻ വരുന്നതിന് മുമ്പേ അവർക്ക് പെരുന്നാളക്കുള്ള വസ്ത്രങ്ങൾ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? റമദാൻ ഷോപ്പിംഗ് നടത്താതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ റബ്ബ് തരുന്ന അവസരങ്ങളാണ്. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആഖിറത്തിൽ നമ്മൾ കരയേണ്ടി വരും. ഒറ്റ സംഭവം കൂടി പറയാ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. അവിടുന്ന് പറയാണ്, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വരും. ആ മനുഷ്യനെ മുന്നിൽ നിന്നും ബാക്കിൽ നിന്നും മലായിക്കത്ത് പൊതിരെ തല്ലുന്നുണ്ട്.
ആ മനുഷ്യൻ കേണപേക്ഷിച്ച് എന്റെ ശരീരത്തിൽ വന്ന് പിടിക്കും. യാ മുഹമ്മദുൽ മുസ്തഗാസ്, മുസ്തഫായ നബിയെ ഒന്ന് സഹായിക്കണേ. ഞാൻ ചോദിക്കും, മലായിക്കത്തെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇവൻ ചെയ്ത തെറ്റെന്താണ്? അവര് പറയും, ഇവൻ ഷഹ്റു റമദാൻ വന്നിട്ടും ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അവൻ ചെയ്ത പാപങ്ങൾക്ക് തൗബ ചെയ്യാനല്ല റമദാനിനെ ഉപയോഗപ്പെടുത്തിയത്. അവൻ ആ റമദാനിൽ പഴയതുപോലെ തെറ്റൊക്കെ ചെയ്ത് നടന്നിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മുസ്തഫ നബി പറയാണ്, ഞാൻ അയാളോട് ചോദിച്ചു, എടോ എനിക്ക് ഖുർആൻ ഓതാൻ അറിയോ? ഞാൻ വാക്ക് പഠിച്ചിരുന്നു, പിന്നെയൊക്കെ മറന്നുപോയി. മദ്രസ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അതുമായി ഒരു ബന്ധമില്ല, അതൊക്കെ ഞാൻ പഠിച്ചിരുന്നു, മറന്നുപോയി. ഞാൻ പറഞ്ഞു, മുസ്തഫ നബി പറയാണ്, ഞാൻ അവനോട് പറയും, എടോ എത്ര വൃത്തികെട്ട മനുഷ്യനാണ് നീ എന്ന് പറഞ്ഞാലും അവനെ മലായിക്കത്തും വിടുന്നില്ല, അവൻ എന്നെയും വിടുന്നില്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലാഹുവ യത്റുകുനി വലൽ മലായികത്തു യത്റുകൂന. അവൻ എന്നെയും വിടുന്നില്ല, മലായിക്കത്ത് അവനെയും വിടുന്നില്ല. ഈ അവസ്ഥയിൽ ഞാൻ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കാമെന്നായി. യാ റബ്ബേ, എന്റെ റബ്ബേ, ഇത് എന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനാണ്. ശാബും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് റബ്ബേ, എന്തെങ്കിലും ഒന്ന് പരിഹാരം ചെയ്തു കൊടുക്കണം, മഗ്ഫിറത്ത് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹനെ വിളിക്കുമ്പോ റബ്ബ് പറയുന്നത്, ഇന്ന ലഹു ഖസ്മൻ ഖവിയ്യൻ യാ അഹ്മദ്, അവനക്ക് ശക്തനായ ഒരു പ്രതിവാദി ഇവിടെയുണ്ട് അഹ്മദ് നബിയെ. ശക്തമായ ഒരു പ്രതിയോഗി ഇവിടെയുണ്ട്. ആരാണ് റബ്ബേ ഇവന്റെ എതിരിൽ വാദിക്കുന്ന ആൾ? ശക്തനായ പ്രതിയോഗി എന്നാ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖസ്മുഹു ശഹ്റു റമദാൻ, അവന്റെ പ്രതിയോഗി റമദാനാണ്. മുസ്തഫ നബി പറഞ്ഞു, അന ബരീഉം മിമ്മൻ ഖസമഹു ശഹ്റു റമദാൻ. റമദാനാണ് പിന്നെ പ്രതിയോഗിയെങ്കിൽ ഞാൻ ഓനുമായിട്ട് ഇനി ബന്ധല്ല, ഞാൻ ഓനക്ക് ശഫാഅത്ത് ചെയ്യാനില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമദാനിനെ റബ്ബ് തന്ന അവസരമാണ്, നമ്മൾ മുതലാക്കുക, വേണ്ടതുപോലെ മുതലാക്കുക, ഇബാദത്തുകൾ നല്ലോണം ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യണം എന്നുള്ള നിയ്യത്തിൽ റമദാനിലേക്ക് കടക്കുക. ഓരോ നിസ്കാര ശേഷവും ഒരു ജുസ് ഖുർആൻ ഓതണം നമ്മൾ നിർബന്ധം പിടിക്കുക. ഒരു ജുസ് ഖുർആൻ ഓതാൻ അരമണിക്കൂറല്ലേ വേണ്ടുള്ളൂ. 6 ദിവസം കൊണ്ട് ഒരു ഖത്ം തീർക്കാം, ഒരു മാസം കൊണ്ട് 6 ഖത്ം തീർക്കാം. ഈ രീതിയിൽ 5 ഖത്ം നമുക്ക് തീർക്കാൻ പറ്റും ഒരു മാസം കൊണ്ട് റമദാനിൽ മൊത്തമായി. അതുകൊണ്ട് ഓരോ വക്തിന് ശേഷവും നമ്മൾ ഒരു ജുസ് ഓതും, അരമണിക്കൂറല്ലേ ആവശ്യമുള്ളൂ എന്ന് നമ്മളൊരു നിർബന്ധം പിടിക്കുക. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉഷാറാക്കുക. ഇനിയും പോവും, ഇനിയും പോവും, ഇനിയും പോവും. എൻ്റെ വാപ്പ 80-ലാണ് മരിച്ചത്, വല്യപ്പ 900-ലാണ് മരിച്ചത് എന്ന് പറഞ്ഞ് കണക്കൂട്ടി നടന്നാൽ അവിടെ ഒന്നും നമ്മൾ എത്തിക്കോണമെന്നില്ല. വാണിയംകുളം ചന്തയ്ക്ക് കന്നെത്തിക്കോണമെന്നില്ല. അതിൻ്റെ മുമ്പ് ഷഹീദാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ കൂടുതൽ നേരം ഇങ്ങനെ ആയുസ്സുണ്ടാവും. തൂലുൽ അമൽ വലിയ പ്രശ്നം. ഇന്ന് ഖുതുബയിലും പറഞ്ഞതാ, ഏറ്റവും വലിയ ലോക പരാജയ തൂലുൽ അമൽ. വലിയ പ്രതീക്ഷ, ഇനിയും പോവും. കാലൊന്ന് പോയാൽ പറയും ഇനിയും പോവും, മറ്റേ കാല് പോയാൽ പിന്നെയും പറയും ഇനിയും പോവും, കൈ ഒന്ന് പോയാൽ പിന്നെയും പറയും ഇനിയും പോവും, 2 കൈയും പോയി തലയും പോയാലും പറയും ഇനിയും പോവും. മനുഷ്യന് ഇനി ഞാൻ മരിച്ചാനയക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും വരില്ല. അപ്പൊ അതുകൊണ്ട് തൂലുൽ അമൽ നമ്മൾ മാറിക്കുക. അടുത്ത റമദാൻ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. റബ്ബ് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി മാറ്റിവെച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബാദത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹു നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. അത് മുതലാക്കാനുള്ള ബുദ്ധിയും ശേഷിയും തൗഫീഖും റബ്ബ് തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മത്തിനെ, നമ്മളെ, മാതാപിതാക്കളെ, മക്കളെ റബ്ബ് തആല എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന്, പേച്ച വിശ്വാസങ്ങളിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, വലാലത്തിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന് റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ വാർഷികത്തിൻ്റെ അവസാന ദിവസം നാളെയാണ്. നമ്മുടെ നാട്ടുകാരനും പ്രഗത്ഭ പ്രാസംഗികനുമായ ഉസ്താദ് ജലീൽ റഹ്മാനി വാണിയന്നൂരാണ് നാളെ നമ്മളോട് പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ നമുക്ക് ASK തങ്ങൾ പ്രാർത്ഥനയും നടത്തുന്നതാണ്. മുഴുവൻ ആളുകളും, പ്രിയപ്പെട്ട പുരുഷന്മാർ നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ എത്തണമെന്നും സ്ത്രീകൾ വീട്ടിൽ നിന്നും നിസ്കരിച്ച് എത്രയും പെട്ടെന്ന് നമ്മളുടെ മജ്ലിസിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അതോടനുബന്ധിച്ച് ഞായറാഴ്ച നടക്കുന്ന നമ്മുടെ ഹൽഖ വാർഷികത്തിൻ്റെ സിയാറത്ത് അസർ നിസ്കരിച്ച ഉടനെ നമ്മുടെ പള്ളിയിൽ നിന്ന്, മൈനങ്ങാടിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്.
ആ സിയാറത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർ എത്രയും പെട്ടെന്ന് നമ്മുടെ മഹല്ലി കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ട് വാഹനത്തിൻ്റെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അതിനുവേണ്ടി മഹല്ലി കമ്മിറ്റി വാഹന സൗകര്യം ഒരുക്കുന്നുണ്ട്. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ മൗലിദ് പാരായണവും മഗ്രിബിൻ്റെ ശേഷം ഹൽക്കയും ദുആ മജ്ലിസും ഉണ്ടായിരിക്കുന്നതാണ്. അതിലേക്ക് നേർച്ചയോ മറ്റും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിക്കണമെന്ന് അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن الرحيم മായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. സാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും പാടിയതും നീ കബൂലാക്കണേ അല്ലാഹ്. വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ കേട്ടത് കബൂലാക്കണേ റഹ്മാനെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് ചൊല്ലിയത് കബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ലി സവാബ് ഹബീബായ റസൂലുള്ളാഹിന്റെ തിരു റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഹബീബിൻ്റെ ഹളറിലേക്ക് ഈ മജ്ലിസിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്തെല്ലാം മുറാദുകൾ വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിലേക്ക് കടന്നു വന്നത്, ആ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. മുഴുവൻ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ടല്ലോ റഹ്മാനെ. മുഴുവൻ രോഗികൾക്കും പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങൾ നൽകണേ റഹ്മാനെ. ഉള്ള മക്കളെ സാലിഹുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദീനിനും ദുന്യാവിനും ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. മക്കൾ കാരണമായിട്ട് വഷളാകുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ തുണ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലത്തെ കീറി മുറിക്കേണ്ടുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് പറയുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഈമാന് ചോർന്നു പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മരണം വരെ ഞങ്ങളുടെ ഈമാനിന് ശക്തി നൽകണേ അല്ലാഹ്. തഖ്വ കുറഞ്ഞവരാണല്ല റഹ്മാനെ. നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വഅത്തിലായി നിനക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നെ മറക്കുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, അതിനുവേണ്ടി സഹായിക്കുന്നവർ, സഹായിച്ചവർ, അവരൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അല്ലാഹ്. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
നിയമപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ സവാബിന്, ഞങ്ങൾ ചൊല്ലിയതിന്റെ പാരായണം ചെയ്തതിന്റെ ഒക്കെ സവാബ് മിസ്ല സവാബിന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. വിശിഷ്യ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത്, മഹല്ല് പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപെട്ട് കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങളുണ്ടല്ലോ അല്ലാ, അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. നരക അദാബിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിപ്പിക്കണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഔദാര്യമായി നൽകണേ അല്ലാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹബീബിന്റെ ചാരത്ത് ചെന്ന് സ്വലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവിടത്തിൽ നിന്നുള്ള സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സൂര്യൻ ഒരു ചാണകലയായി കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹ്ശറ വൻസഭയിലെ മുഖം തിരിക്കുന്നവരിൽ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ചെയ്തവർക്ക് വീണ്ടും ചെയ്യാനും ചെയ്യാത്തവർക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്തി ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മുത്തു ഹബീബിന്റെ ഫോട്ടോ കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കള്ളിന്റെ കഞ്ചാവിന്റെ മക്കളാക്കല്ല റഹ്മാനെ. കള്ളിന്റെ കഞ്ചാവിന്റെ മക്കളാക്കല്ല അല്ലാ. ആരെങ്കിലും അതിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് നീ നല്ല ബുദ്ധി നൽകണേ അല്ലാ. സന്മാർഗം തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. സംഭാവനകൾ നൽകിയവരുടെ സംഭാവനകൾ ഖബൂലാക്കണേ അല്ലാ. ജാരിയയായ സദഖകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാളെ മഹ്ശറ വൻസഭയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കതൊക്കെ നീ അതിൻ്റെ സവാബിനെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وإلى حضرات أصحابه البدريين يا رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. آمين برحمتك يا أرحم الراحمين.